ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ 66 കാരോട് മുതൽ നമ്മുടെ കന്യാകുമാരി വരെയുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ നമ്മൾ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. അതായത് ഇവിടെ നടുക്ക് റെയിൽവേ ലൈനാണ്, പള്ളിയാടിയാണ് ഇത് സ്ഥലം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ എൻഡ് വരെയായിരുന്നു നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ വീഡിയോ കവർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് വേറൊരു വഴിക്ക് ഈ റോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്, സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇവിടുന്ന് ഉള്ള കാഴ്ചകൾ നമുക്കിനി കാണാം. അപ്പോൾ വണ്ടി എടുത്ത് പതുക്കെ നീങ്ങാം. അപ്പോൾ ഇവിടെ പണി നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ദേ താഴോട്ട് ആ പാലത്തിൻ്റെ അങ്ങോട്ട് അവർക്ക് പണിയാൻ വേണ്ടിയിട്ട് അവർ റോഡൊക്കെ പണിതിട്ടിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും താഴോട്ട് പോകാം. ആഹാ, മനോഹരം. അപ്പോൾ ഇനി അന്നത്തെ പോലെ തന്നെ നമുക്ക് ചോദിച്ച് പോവാം. പിന്നെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ നമ്മളെ സഹായിക്കാനായിട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുന്ന് ഏതോ ഒരു മാപ്പ് ഞാൻ റെഡിയാക്കി ഇട്ടേക്കുമായിരുന്നു, അതിനി കളയാം. മാപ്പിനി ആവശ്യമില്ല. ക്രെയിൻ ഇങ്ങോട്ടാണോ? റെയിൽവേ ലൈൻ അവിടെ ക്രോസ് ചെയ്യുന്നു. സോ എനിക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് വമ്പൻ കോമഡിയൊക്കെ ഉണ്ട്. ഞാൻ റൂട്ടൊന്ന് മാപ്പിൽ ഇങ്ങനെ നോക്കിയായിരുന്നു. നോക്കി വന്നപ്പം ടോളൊക്കെ ഓൾറെഡി പണിത് വെച്ചേക്കാണ്. എരണിയൽ സൈഡിൽ റോഡ് പണി തീർന്നില്ലെങ്കിലും നമുക്ക് മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും, ടോൾ ബൂത്ത് ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ആണ്. പൈസ പിരിക്കാൻ അത്രയ്ക്കുണ്ട് ആവേശം. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പള്ളിയാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് കുറച്ച് ദൂരം വന്നിട്ടാണ് മുളകുമൂട് റോഡിൽ പള്ളിയാടി മുളകുമൂട് റോഡിൽ കുറച്ച് ദൂരം ഉള്ളിലോട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്ന സ്ഥലത്ത് ഞാൻ എത്തിയത്. ഞാൻ ആ സ്ഥലത്തേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു അണ്ടർപാസ് നിർമ്മിച്ച് വെച്ചേക്കുന്ന കണ്ടല്ലോ, ആ അണ്ടർപാസിൻ്റെ എന്തോ ദിവസം ഇന്ന് ബുധൻ. ഏത് വണ്ടിയാ? ഹോൺ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴിയാണ് ഞാൻ കയറി വന്നത്. ഈ വഴിയാണ്. ഇവിടുന്ന് ഒരു കുളത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് ഞാൻ കയറി വന്നത്. നമുക്കിനി കന്യാകുമാരി ഭാഗത്തോട്ട് പോകാം. എത്രത്തോളം റോഡ് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ആ നാഗർകോവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള പാലമൊന്നും അവരങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ടില്ല. അവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് ആ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പാലമൊക്കെ. ബ്ലാസ്റ്റിംഗ് സോൺ. ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ റോഡ് മാർഗം പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, അങ്ങോട്ട് പോകാൻ പറ്റുമോ? വലത്ത് വശത്തൂടെയോ? നടുക്കൂടാണോ? ഓക്കെ താങ്ക് യു. നടുക്കൂടെ പോകാമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നത്. അപ്പം നമുക്കെന്തായാലും പോയി നോക്കാം. അതായത് മറ്റേ ഡിവൈഡർ പണിയേണ്ട സ്ഥലം ഉണ്ടല്ലോ, ഡിവൈഡർ വരേണ്ട സ്ഥലം അവർ കാലിയാക്കി ഇട്ടേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടയറിന് പണി ഇരുന്നാൽ മതിയായിരുന്നു. ഓൾറെഡി ഒരു നല്ല പൊത്ത് വീണ ടയറാണ് ബാക്കിലത്തെ. ഫ്രണ്ട് കുഴപ്പമില്ല, ഫ്രണ്ട് പുത്തൻ ടയറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്തതിൽ നിന്ന് ഞാൻ ഈ വീഡിയോയിലോട്ട് മാറിയപ്പോഴത്തേക്കും വന്ന മെയിൻ ഒരു മാറ്റം, ടയർ പുത്തനായി, ഫ്രണ്ട് ടയർ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റോഡ് കോൺക്രീറ്റ് ചെയ്ത്, എന്ത് കട്ടിക്കാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നോക്കിയേ. നല്ല കട്ടിയുണ്ട് റോഡിൻ്റെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് ഒരു ഉപദ്രവകാരിയാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കത് റിപ്പയർ ചെയ്യാനായിട്ട് പിന്നെ ഫുൾ ഏരിയ കട്ട് ചെയ്ത്
വീണ്ടും ഒന്നുകൂടെ വാർത്ത് അതൊന്ന് സെറ്റ് ആവുന്നത് വരെ ഇവർക്ക് ആ ഏരിയ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരും, ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. ഇതൊരു മേൽപ്പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ കോൺക്രീറ്റ് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇവർക്ക് എന്താ പറയുക, നമ്മുടെ കോൺക്രീറ്റ് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇവർക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇപ്പം നമ്മൾ ബൈപ്പാസിലൂടെ പോകുമ്പം ഭയങ്കര പാടാണ് ഈ വണ്ടി ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട്. ഇവിടങ്ങളിൽ കോൺക്രീറ്റിംഗ് നടക്കുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ഏരിയയിൽ കുറച്ച് ദൂരം അവർ ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മൾ പള്ളിയാടി സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എരണിയേൽ ഭാഗത്തോട്ട് പോവുകയാണ്. എരണിയേൽ കഴിഞ്ഞ് പിന്നെ വില്ലിക്കുറി കഴിഞ്ഞിട്ടുള്ള, വില്ലിക്കുറിക്കും നമ്മുടെ പാർവതിപുരം ആണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അതിനും ഇടയ്ക്കുള്ള സ്ഥലത്താണിത്. വില്ലിക്കുറി കഴിഞ്ഞ ഉടനെ ഇത് നമ്മുടെ പഴയ റോഡിലേക്ക് ചെന്ന് കണക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് ആ വണ്ടികൾ പോയ ട്രേസ് പിടിച്ച് തന്നെ പോവാം. വണ്ടികൾ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും കട്ട് ചെയ്യാം. ഇത് നല്ലൊരു വ്യൂ ആണ്. പണ്ടേ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേൽപ്പാലമുണ്ട്. അപ്പുറത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതാണ് ഞാൻ ആ വഴി പിടിക്കാഞ്ഞത്. അവിടെ ചെറിയ തോതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതുവഴി അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഫുൾ ദൂരം തിരിച്ചു വരേണ്ടി വരും. പണി പാളുമോ? പണി പാളി. ഉള്ള ഗ്യാപ്പിൽ കൂടെ കയറുമോ വണ്ടി? പണി പാളി. കുഴപ്പമില്ല. നമുക്കൊന്ന് സർവീസ് റോഡ് കയറി ഇറങ്ങാം. പാലം വല്ലതും ബ്ലോക്ക് ആയിരിക്കുമോ ദൈവമേ? പാലത്തിൽ നിന്നുള്ള വ്യൂ കൊള്ളാം. ആഹാ പൊളി. ആഹാ നല്ല സൂപ്പർ സ്ഥലം. ഒരു അമ്പലമൊക്കെ ഉണ്ട് കണ്ടോ. ഞാൻ വീഡിയോ അധികം വലിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ പോവാം നമുക്ക്. കാരണം കന്യാകുമാരി വരെ എത്തണം. പിന്നെ ഞാനൊരു മണ്ടത്തരം കാണിച്ചു.
പെട്രോൾ അടിച്ചില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ കയറിയിട്ട് പെട്രോൾ ലാഭിക്കാം, പെട്രോൾ അടിക്കാനുള്ള പൈസ ലാഭിക്കാം എന്നുള്ള കണക്കൂട്ടലിൽ തമിഴ്നാട്ടിൽ കയറിയിട്ട് അടിക്കാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരുന്നത്. അതൊരു തേപ്പായിപ്പോയി, ഞാൻ അടിച്ചില്ല പെട്രോള്. അതിന് മുന്നേ വണ്ടി വഴിയിലാവില്ല എന്ന് വിശ്വാസം. കാരണം ഒരു 10 റിസർവ് ആയാലും ഒരു 10, 20, 30 ലിറ്ററൊക്കെ കിലോമീറ്ററൊക്കെ ഓടാൻ പറ്റാറുണ്ട്. റിസർവ് ആയാലും 20-30 കിലോമീറ്ററൊക്കെ ഓടാം. അപ്പോൾ അത്രയിൽ ഇപ്പോഴാണ് ഇങ്ങോട്ട് വീഡിയോ തുടങ്ങിയപ്പോഴാണ് റിസർവ് ആയത്. സോ വഴിയിലാവൂല എന്നാണ് വിശ്വാസം. ഇവിടെയാണ് നമുക്ക് നേരത്തെ ബ്ലോക്ക് കിട്ടിയത്. ഇവിടെയാണ് നമ്മൾ പെട്ടുപോയത്. ഇവിടെ ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പുറത്തുനിന്ന് കയറാൻ പറ്റും, പക്ഷേ ഇവിടുന്ന് കയറാൻ പറ്റുന്നില്ല. അത് ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയ പാലം പണി നടക്കുന്നേ ഉള്ളൂ. അതായത് അവർ പണ്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരുന്ന പാലം ഇപ്പോഴും പണി നടക്കുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് സർവീസ് റോഡ് പിടിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യമെന്ന്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതേ കണ്ടോ, മേൽപ്പാലം നിർമ്മാണം നടന്ന വഴിക്ക് നിന്നുപോയി. അതുകൊണ്ട് റോഡ് ഇപ്പോഴും അതുപോലെ തന്നെ നിർത്തിയേക്കാണ്. റോഡ് പൊളിച്ചിട്ടില്ല. ഇനിയേ റോഡ് പൊളിക്കത്തുള്ളൂ. അതായത് മേൽപ്പാലം നിർമ്മിച്ച് ആ റോഡ് ടാർ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇനി ഈ കാണുന്ന പാലം, ഈ കാണുന്ന പഴയ റോഡ് പൊളിക്കത്തുള്ളൂ. നമുക്കെന്തായാലും അടുത്ത സൈഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോ, വഴിയുണ്ടോ എന്നൊക്കെ നോക്കാം. ഇവിടെ റോഡില്ല താഴെ. നമുക്ക് ഈ സർവീസ് റോഡ് വഴി തന്നെ വന്നതാണ് നല്ലത്. അതായത് ഇവിടെ എങ്ങും റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടേ ഇല്ല. താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് നല്ല ഡൗട്ടുണ്ട്. നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒരു ഓപ്പണിങ് കാണും. നമ്മുടെ നാഗർകോവിൽ സൈഡിലെ മലകളൊക്കെ വിസിബിളായി തുടങ്ങി. ഇവിടുത്തെ ഇതാണ് ഞാൻ പറഞ്ഞ റോഡുണ്ട്. അതായത് റോഡല്ല, മറ്റേ നമ്മുടെ കാട് പിടിച്ചൊരു ഇറക്കമാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ വെറുതെ ചെന്ന് കയറി കൊടുത്ത് പണി കിട്ടണ്ടല്ലോ. അതാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ. ഇവിടെയൊക്കെ എക്സ്കവേറ്ററൊക്കെ നിന്ന് പണിയെന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഫുൾ ഫ്ലെഷ്ഡായിട്ട് റോഡൊന്നും റെഡി ആയിട്ടില്ല. പണിക്ക് ജസ്റ്റ് തോണ്ടി തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊക്കെ കൊള്ളാമല്ലോ. എന്താണോ സെറ്റപ്പ്? ഇത് താഴെ എനിക്കൊന്ന് വെള്ളം പോകാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. വാട്ടർ കം 2 വീലർ വാക്കിംഗ് ബ്രിഡ്ജ്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാം. ഇവിടുന്ന് റോഡ് എന്തായാലും കണ്ടു. അപ്പുറത്തൂടെ റോഡ് എനിക്ക് ഡൗട്ടാണ്. ഓ മൈ ഗാഡ്, ടിപ്പർ. ടിപ്പർ ചേട്ടൻ വന്ന ഗിയറിൽ തന്നെ പോകാനുള്ള തത്രപ്പാടായിരുന്നു. ടിപ്പർ ചേട്ടൻ വന്ന ഗിയറിൽ തന്നെ പോകാനായിട്ട് നല്ല പൊടിയും പറത്തിയാണ് പോയത്. അയ്യോ, ഇവിടുന്ന് സർവീസ് റോഡ് കയറണോ? ഒരു വ്യൂ എടുത്തേക്കാം, ഒരു ഫോട്ടോ എടുത്തേക്കാം. അവിടെ മലനിരകൾ. അതായത് നമ്മുടെ ഏകദേശം എരണിയിൽ പാർവതീപുരമൊക്കെ നമ്മൾ എത്താറായി. താഴെക്കൂടെ റോഡുണ്ടോ? ആ ചേച്ചി അങ്ങോട്ട് പോയി. എനിക്ക് ചേച്ചിയോട് ചോദിക്കായിരുന്നു. ചേച്ചി സർവീസ് റോഡ് കയറാനാണ്. ഞാനവിടെ റോഡ് കാണിക്കുന്നുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ച് അടിയിൽ കൂടെ തന്നെ പോവാം. അവരെല്ലാം വലത്തോട്ടാണ് പോകുന്നത്. നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കാം.
വഴിയില്ലേ, പാറയൊക്കെ എടുത്തിട്ടേക്കാണല്ലോ. ഇന്ന് എടുക്കണതെല്ലാം റോങ് ടേൺ ആണല്ലോ ദൈവമേ. ഇവിടെ കൂടെ രക്ഷയില്ലെങ്കിൽ നമുക്ക് മോളിൽ കൂടെ കയറാം. അവിടെ സൈഡിലൊരു വഴി ഉള്ളത് പോലെ തോന്നി, നോക്കാം. ഓ മൈ ഗാഡ്, പട്ടി സാറുണ്ട്. പട്ടി സാർ. ഓ, ഇവിടെയും പാടാണ്. വേണ്ട, മോളിൽ കൂടെ തന്നെ പോവാം. അപ്പം അതായത് ഇവിടെ അവർ റോഡ് ബ്ലോക്കാണ്, രണ്ട് സൈഡിലും, പാലത്തിൻ്റെ താഴെ മുകളിലും ബ്ലോക്കാണ്. ഞാനിനി എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അറിയാനായിട്ട് വന്നതായിരുന്നു. വഴിയൊന്നുമില്ല. നമുക്ക് ആ അമ്പലവും ആ വ്യൂവും കൂടെ ചേർത്തൊരു പടം എടുക്കാം. ഫസ്റ്റ് പാർട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കമൻറ്റ് കണ്ടു. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുടെയും കമൻറ്റ്സ് വായിച്ചു, മറുപടി തന്നു. ഒരുപാട് പേർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് സെക്കൻഡ് പാർട്ട് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരാനും കൂടെ കാര്യം. നിങ്ങളുടെ സപ്പോർട്ട് പോലെയാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ത്വര വരിക. ചാട്ടം. അപ്പോൾ ഇവിടെയാണ് ആ പാലം. അതായത് പഴയ റോഡ്. ഇവിടെ റോഡില്ലായിരുന്നു, പക്ഷെ അവർ ഈ റോഡ്, ഈ കറങ്ങിപ്പോകുന്ന റോഡിന് വേണ്ടിയിട്ട് അവിടെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ എങ്ങോട്ട് കൊണ്ട് കയറ്റും എന്നുള്ളത്, കാരണം അവിടെ എല്ലാം ഫുള്ള് വീടൊക്കെയാണ് ഇരിക്കുന്നത്. കോമഡിയാണ് എന്തായാലും. പറയാൻ പറ്റില്ല, 1-2 മതിൽ വല്ലതും പൊളിച്ചാൽ അവിടെ എന്തെങ്കിലും വീടോ, വീടല്ല, വഴിക്കുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതും ആ ബൈക്ക് ചേട്ടൻ പോകുന്ന വഴിക്ക് പുള്ളിയുടെ പുറകെ പോവാം. ഇവിടെയൊക്കെ ഇവിടെ ഒരു പാലം പണി നടക്കുന്നേ ഉള്ളൂ. ഹിയർ വി ഹാവ് എ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ. അപ്പോൾ ഒരു JCB ഇറങ്ങുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. 2 പിള്ളേർ നേരെ പോകുന്നുണ്ട്. ഞാനെവിടെ? ഓക്കെ, ഇനിയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് സ്ഥലം ഇനിയാണ് വരാൻ പോകുന്നത്. ആ സ്ഥലം കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ചേടാ ഇവന്മാർ ഭയങ്കര വില്ലന്മാരാണല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ടോൾ ബൂത്ത് ഇരിപ്പുണ്ടെന്ന്. ആ ടോൾ ബൂത്തിൻ്റെ സ്ഥലമാണ് ഇനി വരാൻ പോകുന്നത്. ദൈവമേ, ഡെഡ് ആണോ? ഓ, പിള്ളേർ ക്രിക്കറ്റ് കളിയാണല്ലോ. പൊടി ക്രിക്കറ്റ് കളി നല്ല മൂത്ത് നിൽക്കുകയാണ്. ഓ മൈ ഗോഡ്, ഇവിടെയൊക്കെ പാലമൊക്കെ അതെ പാലമൊക്കെ പണി നടക്കുന്ന സ്ഥലം. ആഹാ,
ഇവിടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ, പക്ഷേ കോമഡി ഇതൊന്നുമല്ല. ഇവിടെയൊക്കെ നല്ല തകൃതിയായിട്ട് ലെവലിംഗ് വർക്ക് നടത്തുന്നുണ്ട്. പക്ഷേ എന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ ഈ പാലം പണിത് വെച്ച് ഈ അടിയിലിട്ട് ലെവൽ ചെയ്യേണ്ട കാര്യം എന്തുവാണ്? ഇനി ഇത് ഇവിടെ മാത്രമാണോ, ഇവിടെ ഈ അപ്രോച്ച് റോഡാണോ എന്തോ? പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചേക്കുക, അവിടെ ഇങ്ങനെ പാലവും. ഇതിൻ്റെ ഇടയിൽ ഇവന്മാർ ഇട്ട് ലെവൽ ചെയ്യുന്നതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നെണ്ണ, ഇവിടെ വെച്ച് മാത്രം പണി തരരുത്. എങ്ങനെയും ഒന്ന് എരണിയിൽ എത്തിക്കണം. എരണിയിലല്ല, ആ സ്ഥലത്തിൻ്റെ പേരെന്തോ, മറ്റേ ആ NHൻ്റെ അവിടെ കുറേ പമ്പുള്ള സ്ഥലമുണ്ട്. അവിടം വരെ എത്തിയില്ലെങ്കിൽ ഞാൻ തേഞ്ഞ്. വീഡിയോയുടെ ലെങ്ത് ഡബിളും ട്രിപ്പിളും ഒക്കെ ആവും. കാരണം വണ്ടി ഉന്തിക്കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ നല്ല കോമഡി ആയിരിക്കും. അതുകൊണ്ട് അധികം ഇവിടെ സമയം കളയാതിരിക്കുന്നതാണ് ബുദ്ധി. അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു കോൺക്രീറ്റ് വലിയ സ്ട്രക്ചർ ഇരിക്കുന്ന റോഡിൽ നടുക്കായിട്ട്, അത് നമ്മുടെ 2 പാലത്തിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന രീതിയിലൊരു വ്യൂ കിട്ടി. അതൊന്ന് എടുത്തതായിരുന്നു. ഓ ദൈവമേ, അവിടെ വീണ്ടും പാലം. വണ്ടി പൊതയാതിരുന്നാൽ മതിയായിരുന്നു. ഫ്രണ്ട് എന്തായാലും പൊതയാൻ സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുത്തൻ ടയറാണ്. അതുകൊണ്ട് ഫ്രണ്ട് പണി തരില്ല, ബാക്ക് പണി തന്നാലേ ഉള്ളൂ. അത് പണിക്കാരാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പെട്ടു. കാരണം അവന്മാർക്ക് ഇവിടം വരെ വന്നാൽ മതി, അപ്പുറത്തോട്ട് പോകേണ്ട കാര്യമേ ഇല്ല. ഇവിടെ വഴി കാണുന്നുണ്ട്. യെസ്, വഴിയുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ പാലമൊക്കെ നല്ല തകൃതിക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പണിത് വെച്ചൊരു പാലത്തിൻ്റെ മണ്ടയ്ക്കൂടെയാണ് നമ്മളിപ്പോൾ ഈ ക്രോസ് ചെയ്യുന്നത്. ആഹാ, അടിപൊളി. നൈസ് 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 നൈസ്. ഇവിടുന്ന് താഴോട്ട് പോകാൻ വഴിയുണ്ടോ? ഓക്കെ, അപ്പോൾ അതുവഴി പോകാമെന്നാണ് നമ്മുടെ ലോറി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എതിരെ വണ്ടി വന്നാൽ നല്ല പൊടിയായിരിക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, ഇവിടെയൊക്കെ നല്ല ഉറച്ച മണ്ണാണ്. ഇവിടെയൊക്കെ എലിവേറ്റഡാ എനിക്ക് തോന്നുന്നത്. അതായത് ഈ KC കിടന്ന സ്ഥലം ഇതാണോ എന്ന് എനിക്കൊരു സംശയം. അതായത് ഈ മറ്റേ തണ്ണീർത്തടം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഈ കാണുന്ന സ്ഥലങ്ങളാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഇവിടേക്ക് ഇപ്പോൾ ഈ പാലം പണിയുന്നുണ്ട് നല്ലപോലെ. മേൽപ്പാലം കെട്ടി ഫുൾ ഈ ഏരിയ മൊത്തം പാലം കെട്ടി കൺസ്ട്രക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഇത് കണ്ടിട്ട്, സെറ്റപ്പ് കണ്ടിട്ട്. അപ്പോൾ ഈ ഏരിയ ആയിരുന്നിരിക്കണം മറ്റേ തടസ്സം വന്ന സ്ഥലം. രണ്ട് പേര് വരുന്നുണ്ട്, നമുക്കൊന്ന് ഒതുങ്ങി കൊടുക്കാം. ഇല്ലെങ്കിൽ രണ്ടുപേരും നമ്മളെ പൊടിയിൽ കുളിപ്പിക്കും. നിങ്ങൾക്ക് കാണാമോ? വല്ലോ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്മാരിങ്ങനെ നമ്മളെ പൊടി കുളിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാഴ്ചകൾ കാണിക്കുക?
ഓ പൊടിയൊക്കെ എൻ്റെ ദൈവമേ. മാരകപ്പൊടി. നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൂടെ തന്നെ പോകുന്നു. ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് മറ്റേ പാലം പണിത് പൊക്കി റോഡ് വിടാനുള്ള പരിപാടിയാണ്. ഇതിങ്ങനെ നിൽക്കുകയാണ്, നമുക്കങ്ങ് പോവാം. ഇവിടെയൊക്കെ ഇവിടം തൊട്ട് ഇതാകണ്ട, ഇവിടം വരെ റോഡ് വന്ന് നിൽക്കുക. ഇവിടുന്ന് അങ്ങോട്ട് അവന്മാർ പാലം പണിത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ടാറ്റയുടെ ക്രെയിനോ? കൊള്ളാലോ, അതിപുരാതനമാണ് കണ്ടിട്ട്. അപ്പോൾ ഇവിടുന്ന് ദേ വീണ്ടും നമ്മുടെ L&T പണിത കോൺക്രീറ്റ് റോഡ് എത്തിയിട്ടുണ്ട്. L&T പണിത കോൺക്രീറ്റ് റോഡിൻ്റെ അങ്ങോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ കുറച്ച് മുന്നിലായിട്ടൊരു ലൈറ്റൊക്കെ കാണുന്നുണ്ട്. ആ ലൈറ്റുള്ള സ്ഥലത്താണോ നമ്മുടെ നേരത്തെ പറഞ്ഞ ടോളെന്ന് എനിക്കൊരു ഡൗട്ട്. എൻ്റെ മെമ്മറി കാർഡ് ഫുള്ളായിരുന്നു. ഞാൻ ആ കുറച്ച് മുന്നിലുള്ള ടോൾ പ്ലാസയൊക്കെ കടന്ന് കുറേ ദൂരം പോയി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം വീഡിയോ റെക്കോർഡ് ആവുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ബാറ്ററി ഡൗൺ ആയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ കുറച്ച് ദൂരം പണി നടന്നിട്ടില്ല. അപ്പം അവിടുത്തെ എന്താ പറയുക, മുകളിൽ മറ്റേ ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുകയാണ്. അങ്ങോട്ട് നമുക്കിപ്പം കയറാനായിട്ടുള്ള വഴിയില്ല. അപ്പോൾ ഇഷ്ടം പോലെ ലോറികളാണ് വഴിയിൽ. കറക്റ്റ് പറഞ്ഞാൽ മൊത്തം വഴിയിലും ലോറികൾ ബ്ലോക്കിട്ട് നിർത്തി വെച്ചേക്കുന്ന അവസ്ഥയാണ്. ഇറക്കത്തി വെച്ച് ഓവർടേക്ക് ചെയ്യണ്ട, നമുക്ക് കയറ്റത്തി വെച്ച് ഓവർടേക്ക് ചെയ്യാം. അപ്പോൾ ഈ റോഡ് ഇപ്പോൾ ദാ ഇവിടെ എരണിയൽ സ്റ്റേഷനിലോട്ടുള്ള ഇലക്ട്രിക് ലൈനൊക്കെ കാണാം. അങ്ങ് മലനിരകൾ കാണാം. മലനിരകൾ കാണത്തില്ല, മൊത്തം പൊടിയാണ്. ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഹൈലൈറ്റ്. അതായത് ടോൾ പ്ലാസ പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞു. ടോൾ പ്ലാസ റെഡിയാണ് എരണിയൽ ഭാഗത്ത്. ഏകദേശം എരണിയലാണ്, ഞാൻ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാണിത്. പക്ഷേ ഇപ്പം നമുക്കുള്ളൊരു പ്രശ്നം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ എവിടുന്നേലും അടിക്കണം ഇടയ്ക്ക്. ഇതാണ് ടോൾ പ്ലാസ. ഇതേതോ കുളമാണ്, ഇവിടെ മൊത്തം കുളമാണ്. മൊത്തം കുളമെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ റോഡ് കുളമെന്നല്ല ഉദ്ദേശിച്ചത്. ഒരുപാട് സ്ഥലങ്ങളിൽ കുളമുണ്ട്. കണ്ടതേ ടോൾ പ്ലാസയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതുണ്ടോ.
എന്നാൽ റോഡ് റെഡി ആയിട്ടില്ല. പക്ഷേ റോഡ് തുറക്കുമ്പോഴത്തേക്കും അവർക്ക് ടോൾ പിരിച്ചു തുടങ്ങാം. ആ ലെവലിന് പണി നടത്തി വെച്ചിട്ടുണ്ട് ടോൾ പ്ലാസയുടെയൊക്കെ. ഇതേ ഒരു കൊല്ലം രജിസ്ട്രേഷൻ ബസ്സാണ്. കൊല്ലം രജിസ്ട്രേഷൻ ബസ് സാത്താൻ SS ബ്രദേഴ്സ് ഹിസ്റ്ററി ഓഫ് കന്യാകുമാരി. ഈ വണ്ടി എന്താ ഇവിടെ കിടക്കുന്നതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒന്ന് 2 പാടം എടുത്തിട്ട് പോകാം. കാരണം മറ്റവന്മാർ വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ബ്ലോക്കാവും. അപ്പോൾ അവന്മാർ വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 പടം പിടിക്കാം. ഈശ്വരാദ്യമേ പേര് ഹിറ്റാച്ച്. ആഹാ എന്താ വ്യൂ! എൻ്റെ പൊന്നെ വാരയും. ഇത് നമ്മൾ ആ NH റോഡ് എത്താറായി. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ലോറി മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോയ ലോറികളെല്ലാം മണ്ണടിക്കാൻ പോയതാണ്. ഞാൻ പറഞ്ഞില്ല, മറ്റേ ആ ലെവലിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലോട്ട് മണ്ണടിക്കാൻ പോകുന്ന ലോറികളാണ് ഈ പോകുന്നതെല്ലാം. അതിൻ്റെ ബോർഡിൽ എന്തെങ്കിലും കാണുമല്ലോ. നാഷണൽ ഹൈവേയുടെ വർക്കൊന്നും വല്ലതും ആയിരിക്കും എഴുതിയിരിക്കുന്നത്. മണ്ണാണ്, അതിൻ്റെ അകത്ത് കിടക്കുന്നതും മണ്ണാണ്. ഇവൻ പോണ വഴിക്കെല്ലാം മണ്ണാണ്. ആഹാ പറപ്പിക്കാം. നാഷണൽ ഹൈവേയുടെ വർക്ക് തന്നെ. പണിവാളി, പെട്രോൾ തീരുന്നു. അമ്മേ ദൈവമേ. ഈ വഴി പോയി നോക്കാം. കാരണം NH ഈ വഴിയാണ്, അല്ലാതെ വേറെ രക്ഷയില്ല. ഉരുട്ടിക്കൊണ്ടെങ്കിൽ ഉരുട്ടിക്കൊണ്ട് പോവുകയേ നിവർത്തിയുള്ളൂ. ഇതെല്ലാം NHയുടെ വർക്കാണ്. ഈ ലോറികൾ മൊത്തം. അമ്മോ എത്ര ലോഡാണ്! ഇവിടെ ഒന്ന് നിർത്തി ഫോട്ടോ എടുക്കുന്നത് റിസ്ക്കാണ്. പക്ഷെ എന്നാൽ ഇത്രയും നല്ലൊരു ഫ്രെയിം കാണുമ്പോൾ പൊളി. ഞാൻ ഈ വൈകുന്നേരം വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരം ഞാനിന്ന് ആക്ച്വലി നമ്മുടെ പോർട്ടിൻ്റെ അടുത്തൊക്കെ പോയി വീഡിയോസൊക്കെ എടുക്കാൻ പോയി. അപ്പം നമ്മുടെ തമ്പാൻ, പിന്നെ നമ്മുടെ സൂം ഡെസ്റ്റിനി, അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക ബിരുദന്മാരെയൊക്കെ കണ്ടു. അതായത് ട്രിവാൻഡ്രം ഏരിയയിൽ കിടിലമായിട്ട് വീഡിയോ ചെയ്യണത് ടീമുകളെ കണ്ടു. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ എന്താ കന്യാകുമാരിയിലോട്ട് വൈകിട്ട് പോകുന്നത്, രാവിലെ പോയി അങ്ങ് എടുക്കരുതോ, അല്ലെങ്കിൽ വൈകുന്നേരത്തിന് മുന്നേ പോയി എടുക്കരുതോ? ഞാൻ എടുക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ സമയത്ത് വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കണ്ട ആ ഒരു വ്യൂ കണ്ട മാരക വ്യൂ ആണ്. ഇപ്പോൾ ഇതാ നമുക്ക് NH കാണാം, മുന്നിൽ കാണാം. ചേട്ടൻ ലൈറ്റ് അടിച്ച് കാണിച്ചപ്പോൾ നിർത്തി തന്നു. ദൈവമേ, അവിടെ ഒരു പെട്രോൾ പമ്പ്. ഈശ്വരാ, എനിക്ക് ഏതെങ്കിലും ഒരു പമ്പിൽ എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. അവിടെ ഇന്ത്യൻ ഓയിലുണ്ട്, വേറെ HP വല്ലതും എവിടെയെങ്കിലും ഉണ്ടോ തൊട്ടടുത്ത് വല്ലതും?
അങ്ങ് വരെ എത്തുമോ എന്തോ, അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കാം. ലെഫ്റ്റിലോട്ടാണ് പമ്പുള്ളത്. അതാണ് ആ കാണുന്നതാണ് പമ്പ്. ആ പമ്പിൽ പോയിട്ട് തിരിച്ച് വന്ന് ഇവിടത്തേക്ക് ഫോട്ടോസ് എടുക്കാം. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്ക് വേറെ വഴിയില്ലല്ലോ. കാരണം ഇവിടെയാണ് നമ്മുടെ NH വന്ന് നമ്മുടെ മെയിൻ മറ്റേ നാഗർകോവിൽ മറ്റേ നെയ്യാറ്റിൻകര പാറശാല കളിക്കുള്ള മാർത്താണ്ഡം തക്കല NH ഉണ്ടല്ലോ, തക്കല നാഗർകോവിൽ. ആ റോഡാണ് ആ പോകുന്നത്. അവിടെ ഒരു പമ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകും. അതാണ് തൊട്ടടുത്ത്. മറ്റേത് കുറച്ച് ദൂരെ അതൊരു പമ്പാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഒരു ഇതെന്തായാലും നന്നായി. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, തിരിച്ചു വരേണ്ട ഒരു ആവശ്യമുണ്ട്. AT 360 പാറശാല. അടച്ചേക്കുവാണ്, പണിപ്പാളി. എന്തായാലും ഈ പാലം ഒന്ന് കാണിക്കാം. ഇത് കണ്ട, ഈ ലെഫ്റ്റ് സൈഡിലെ പാലം കണ്ട, ലെഫ്റ്റ് സൈഡിലെ പാലം കണ്ട. അതേപോലെ ഇനി റൈറ്റ് സൈഡിലും പാലമുണ്ട്, അതും ഒന്ന് എടുക്കണം. അപ്പം പിന്നെ എന്തായാലും മുന്നിലൊരു HP യുടെ പമ്പുണ്ട്. തമിഴ്നാടാണ്. 6 രൂപയോളം വ്യത്യാസമുണ്ട്. നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുന്നു. ഇനി അത് കാരണം പ്രശ്നം വേണ്ടല്ലോ. ഇത് കണ്ട, ഇവിടെ എല്ലാം ലെഫ്റ്റ് സൈഡിൽ ആ NH, അതായത് നമ്മൾ ഏകദേശം NHും ഈ പുതിയ റോഡും ഈ സ്ഥലങ്ങളിലെല്ലാം ഒരേപോലെ പാരലായിട്ട് പോകും. അപ്പം നമുക്ക് പെട്രോൾ അടിക്കാൻ പോവാം. അമ്മോ, ഇതെന്തോന്നടേ ഇത്, വേറെ ആർക്കും അടിക്കണ്ടേ? ഫുള്ള് ഒരു മിനിറ്റ്, സോറി. അടിപൊളി സ്ഥലം. അവിടെയൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പാലത്തിൻ്റെ പണിയൊക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. 101 രൂപ 75 പൈസ. അപ്പം നമുക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ എടുക്കാം. നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞു, രക്ഷപ്പെട്ടു. ഇനി ഭീഷണിയൊന്നുമില്ല. നമുക്കിനി സ്വസ്ഥമായിട്ട് മറ്റേ റോഡിലോട്ട് ഒന്നുകൂടെ കയറി 2 പടം എടുക്കണം. കാരണം പുതിയ കോൺക്രീറ്റ് ചെയ്ത റോഡിൻ്റെ എനിക്ക് പടമൊന്നും എടുക്കാൻ പറ്റില്ല. പെട്രോൾ കിട്ടുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു. അയ്യോ എൻ്റെ ദൈവമേ, ഒരു ചെറിയ കാൽക്കുലേഷൻ മെസ്സേജ് വെച്ചതാണ്. വീഡിയോ എടുക്കാനുള്ള ആക്രാന്തത്തിൽ പെട്രോൾ അടിക്കാൻ മറന്നുപോയി. അതാണ് സംഭവിച്ചത്. എൻ്റെ ദൈവമേ, 108. ചേട്ടൻ തിരിയാനാണെങ്കിൽ തിരിഞ്ഞു. ആംബുലൻസ് ആയതുകൊണ്ട് നമ്മൾ ഒരു പോരിനുമില്ല. ആംബുലൻസിൽ നമ്മളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കണം. തേച്ച പമ്പ് ഇതൊന്നൊരു കൂട്ടി. പറഞ്ഞ പോലെ 2 ഇന്ത്യൻ ഓയിൽ അടുത്തുണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പുതിയതായിട്ട് ചെയ്ത കോൺക്രീറ്റിംഗ് ആണ്. അതായത് EKKയും നമ്മുടെ TTKയും കൂടെ ചെയ്ത കോൺക്രീറ്റിംഗ് ആണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ റൂട്ടിലോട്ട് ഞാൻ തിരിച്ച് കയറാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മറ്റേ
ഫോട്ടോസ് ഒന്ന് എടുക്കണമായിരുന്നു. ആ ഓപ്പോസിറ്റ് നിന്നുള്ള വ്യൂ എനിക്ക് ഫോട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ നമുക്ക് വണ്ടി തിരിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ആഹാ, എന്താ വ്യൂ. കുറച്ചും കൂടെ പോവാം. കാരണം എന്നാലേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ലെൻസ് ഇല്ലെങ്കിൽ ഞാൻ ഈ പൊടിയുടെ ഇടയ്ക്കിരുന്ന് ലെൻസ് മാറേണ്ടി വരും. അത് റിസ്ക്കാണ്. നമ്മുടെ നാറോയിൽ മറ്റേ ആ സ്റ്റേഷൻ ഉണ്ടല്ലോ, ജംഗ്ഷൻ അല്ല സോറി, ടൗൺ സ്റ്റേഷൻ ഉണ്ടല്ലോ. ടൗൺ സ്റ്റേഷൻ്റെയൊക്കെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ട്രെയിനൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു സമയത്ത് ട്രെയിനുകളൊന്നും അതുവരെ പോവില്ല. അതായത് നമ്മുടെ ശേഷാദ്രിയുടെ പാസഞ്ചർ കയറും. ഞാൻ ആകെ ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ മെമു ആണ്. ശരിയാണ്, മെമു ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. നമ്മൾ ഇവിടുന്ന് തെണ്ടിത്തിരിഞ്ഞ് അങ്ങ് ചെല്ലുന്ന സമയം കൊണ്ട് മെമു ഇപ്പോൾ കന്യാകുമാരിയിലുണ്ടാവും. 4:05 മെമു എടുക്കും. അപ്പം മെമു നമുക്ക് ടൗണിൽ വെച്ച് പകർത്താൻ നോക്കാം. ആ വ്യൂവും കൊള്ളാം. പട്ടിസാർ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യൂല, ഞാൻ പാവമാണ്. അവനും പോവാന്ന്. ബൈ ബൈ. ഓ എൻ്റെ പൊന്നെ, എൻ്റെ റോഡോ. ഓ, പൊടി അടിച്ചതിനൊരു കൈയും കണക്കില്ല. അങ്ങ് എന്നിട്ടിനി ഞാനൊന്ന് ലെൻസൊന്ന് തുടക്കട്ടെ. ലെൻസല്ല, ക്യാമറയൊന്ന് തുടക്കട്ടെ. പൊടിയായിരിക്കും മൊത്തം. ഷാലോം കരിയർ, കളിക്കവള ചെന്നൈ ആണോ? ആ, ചെന്നൈ. കളിക്കവള ചെന്നൈ. കളിക്കവളയിൽ ഒരു HP പമ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ പോകുന്ന ഒരു പമ്പാണ്. കാരണം അത് തമിഴ്നാട്ടിലാണല്ലോ, അതുകൊണ്ട് അവിടെ നമുക്ക് ഫെയർ കുറവാണ്. ഇത് വേറൊരു റോഡ് ഇവിടുന്ന് കോൺക്രീറ്റ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. ഇനി ആ വഴിയാണോ, എങ്ങനെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഇത് NH അങ്ങോട്ട് മാറ്റുമോ അതോ പുതിയ റോഡ് തന്നെയാണോ അവിടെ വരുന്നത്? അപ്പോൾ ഇവിടെ ഒരു പാലത്തിനുള്ള പിയർ പണിത് വെച്ചിട്ടുണ്ട്. പിയറുകൾ ഇങ്ങനെ ഈ സൈഡിൽ പണിതിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ വേറൊരു റോഡും വരുന്നുണ്ട്. ഇനി NH അങ്ങനെ അങ്ങോട്ട് മാറ്റുമോ എന്താ ഒരു പിടിയില്ല. ഇവിടെയാണ്, ഈ സ്ഥലത്താണ് നമ്മുടെ റോഡുകൾ തമ്മിൽ വന്ന് കൂടിച്ചേരണം. അതായത് പുതിയ റോഡും പഴയ റോഡും കുറച്ച് ദൂരം ഒന്നിച്ച് പോകുന്നുണ്ട്. ആ ഒന്നിച്ച് പോകുന്നത് ഇവിടെ വെച്ചാണ്. ചേട്ടാ, ഞാനൊന്ന് പൊക്കോട്ടെ. താങ്ക് യു. ഇവിടെ അതെ രണ്ടെണ്ണം. സോ ഇവിടെ എന്തായാലും 2 റോഡുണ്ട്. സോ ഇവിടെ പുതിയ റോഡ് തന്നെ ആയിരിക്കണം. സൈഡിൽ എന്താ പറയുക, 2 വരിയായിട്ടാണ് പൈലിങ് ചെയ്തതിൻ്റെയൊക്കെ പൊളിച്ച് മാറ്റുന്നുണ്ട്. ഇവിടെ പൈലിങ് നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്തായാലും 2 റോഡ് തന്നെയാണ്. അതും നമ്മുടെ പുതിയ റോഡ് തന്നെ, പുതിയ NH തന്നെയാണ് ഇവിടെ പണിയാൻ പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ സൈഡിലൊരു വഴി കാണുന്നുണ്ട്. സോ ലെറ്റ്സ് ക്ലിക്ക് സം പിക്സ്. അപ്പോഴത്തേക്ക് ഈ പണ്ടാരക്കാലം പോകുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇതിങ്ങനെയാണ് വരുന്നത്. കണ്ടോ, മാപ്പിൽ നോക്കി കണ്ടുപിടിക്കാം. ഇവിടെ അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് ദൂരം NH ഇവിടെ സൈഡിലോട്ടൊരു വഴിയുണ്ട്. അവിടുന്ന് പിന്നെ അങ്ങ് പോവുക കേട്ടോ. നാറോയിൽ ടൗൺ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ മേൽപ്പാലം നേരെ കന്യാകുമാരിക്ക് പോവാം. സോ നമുക്ക് ആ ഡൈവേർഷൻ കണ്ടുപിടിക്കണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് 2 പഴയ റോഡും പുതിയ റോഡും കൂടെ കുറച്ച് ദൂരം പാരലിൽ പോകുന്നു. അതാണ് ഈ കാണുന്ന സ്ഥലങ്ങൾ. ഇനി കുറച്ച് മുന്നിലായിട്ടൊരു ലെഫ്റ്റിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് ആശാൻ. ആ വഴിയും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓ, ഗ്ലാസ് എല്ലാം പൊടിയായി. പണ്ടാരം. ഇവിടുത്തെ റോഡ് ഇവിടെ നിന്നാണ് ലെഫ്റ്റിലോട്ട് ഡൈവേർഷൻ. യെസ്, ഇത്
ഞാൻ ഇത്രയും നാളായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊരു കഷ്ടമാണ്. ഇവിടെ ഇത്രയും നാളായിട്ട് ഞാൻ ഈ ഡൈവേർഷൻ ശ്രദ്ധിച്ചിട്ടില്ല. വഴിയുണ്ടോ എന്തോ വണ്ടിക്ക് പോകാനായിട്ട്. എൻ്റെ ദൈവമേ, ഇവിടെങ്ങും വഴിയൊന്നും കാണുന്നൊന്നുമില്ല. ഓ മൈ ഗോഡ്. ഇത് വഴിയായിരിക്കും. ഇവിടെയൊക്കെ ദേ പാലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, പക്ഷെ അപ്രോച്ച് റോഡില്ല. ഇതുപോലെ കുറേ സ്ഥലത്തൂടെ പാലം പോകുന്നത് കൊണ്ടായിരിക്കണം അവന്മാർ കൊണ്ടുവന്ന് കേസും കൊടുത്ത് പണിയാക്കി വിട്ട്. ഓ മൈ ഗോഡ്, ഇതെവിടെ കൂടെയാണ് പോകുന്നത്? ഓഹ് എൻ്റെ പൊന്നടാവൂ, എന്തുവാ സീന് സാധനം. ഓഹ് മാരകം. എൻ്റെ ദൈവമേ, ചെറിയ ലെൻസായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ഈ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കുമേ. ഓഹ് എൻ്റെ ദൈവമേ. എന്നാലും അത്യാവശ്യം എന്നാലും വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ 2 പാർട്ടായിട്ട് ഇടാം. കാരണം ഇതിപ്പം നല്ല ദൂരം. പള്ളിയാടി മുതൽ നാറോയിൽ വരെ ഒരു പാർട്ടായിട്ട് ഇട്ടിട്ട് നാറോയിൽ തൊട്ട് കന്യാകുമാരി വരെ അടുത്ത പാർട്ടായിട്ട് 3ാമത്തെ പാർട്ടായിട്ട് ഇടാം. അല്ല രക്ഷയില്ല. കിംസ് ഹെൽത്ത്. ഓ കിംസ് ആശുപത്രി. കിംസ് ഹെൽത്ത് ഇവിടെ ഉണ്ടല്ലേ? ഓഹോ കൊള്ളാമല്ലോ, അവന്മാർ നല്ല ബിസിനസ്സാണ്. ഗിർഡറുകൾ വാർത്ത് വെച്ചിരിക്കുന്നു. ഗിർഡറുകൾ. ഇത് ഏതോ കോളേജാണ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഓഹ് എൻ്റെ അമ്മേ. ഇതുവഴിയൊക്കെയാണ് ഭാവിയിലെ 4 വരിപ്പാത വരേണ്ടത്. ആ കോളേജിൽ നിന്നൊക്കെ എന്നാ വ്യൂ ആയിരിക്കും 4 വരിപ്പാതയിലോട്ട്. റോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമായിരിക്കും അവരുടെ ഒരു ലെവലെന്ന് ആലോചിക്കുക. ഇപ്പം തന്നെ റോഡ് സൈഡാണ്. ജസ്റ്റ് ഒരു 2 മതിൽ കയറിയ 50 മീറ്റർ കയറിയ മെയിൻ റോഡാണ്. അടുത്തത് ഈ 4 വരിപ്പാത. ഒരു 4 വരിപ്പാതയുടെ ചോട്ടിലാണ് ആശുപത്രി ഇരിക്കണത്. അവർക്കത് ഭയങ്കര ബൂസ്റ്റായിരിക്കും. ആൾക്കാർ അതൊക്കെ നല്ലപോലെ കാണുമല്ലോ. എൻ്റെ അമ്മ, ഇതേത് വഴി പോവും? ഈ ചേട്ടൻ എന്തായാലും വരുന്നത് താഴെക്കൂടെ തന്നെ പോവാം. ഓ താഴെക്കൂടെ ഒരു ലോറിയും വരുന്നുണ്ട്, പണ്ടാരം. ലോറി വരുത്. ഓ മൈ ഗോഡ്, വീണ്ടും റോഡ് ക്രോസിങ്. വിൻസ് CBSE സ്കൂൾ, വിൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അവർക്കൊക്കെ കിട്ടുന്നൊരു പൊട്ടൻഷ്യൽ എന്തുമായിരിക്കും എൻ്റെ ദൈവമേ. ഫ്രണ്ടേജ്, അതായത് NHൻ്റെ ഫ്രണ്ടേജിൽ കോളേജ്, അതായത് കാട്ടുമുക്കി കിടന്ന കോളേജ് അവർ പോലും അറിയാതെ റോഡ് സൈഡായി. എൻ്റെ പൊന്നെ മാരകം. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അവിടെ ഒരു ഓട്ടോ പോകുന്നുണ്ട്, ഒരു കാറ് പോകുന്നുണ്ട്. സോ എന്തായാലും ഇതുവഴി വഴിയുണ്ട്. നമുക്ക് ഇനി നാറോയിൽ ടൗണൊക്കെ എവിടെയാണെന്ന് നോക്കാം. റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് നോക്കാം. പാലം. ഈശ്വരാ ദൈവമേ, ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലുള്ള പാലം തുറന്നിട്ടുണ്ടായിരിക്കണേ. റെയിൽവേ സ്റ്റേഷനല്ല, റെയിൽവേ ലൈനിൻ്റെ മുകളിലുള്ള പാലം.
നാറോൽ ജംഗ്ഷൻ്റെ തൊട്ടടുത്തൊരു പാലമുണ്ട്. അല്ല പിന്നെ ലോറി പോകുന്ന വഴിയെ പോകാൻ എനിക്കെന്താ ഭ്രാന്തണ്ട, വെറുതെ പൊടിയടിക്കാൻ. ആഹാ, ദേ റോഡ്, വീണ്ടും റോഡ്. ചുമ്മാ ഒരു ഫോട്ടോ എടുത്തേക്കാം. നൈസ്. ഒരു 2 പാർട്ടാക്കാം. നോക്കാം, ലാസ്റ്റ് വീഡിയോയുടെ ലെങ്ത് നോക്കിയിട്ട് നമുക്ക് 2 പാർട്ടാക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം. അതായത് ഒരു 1.5 മണിക്കൂറിലൊക്കെ തീരുമെങ്കിൽ നമുക്കങ്ങ് തീർക്കാം. പക്ഷെ 1.5 മണിക്കൂറിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ 1 മണിക്കൂറുള്ളതായി കഴിഞ്ഞു കണ്ടന്റ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഭാഗം വെട്ടിക്കയറ്റിയായിരിക്കുമേ അടുത്ത പാർട്ട് ഉണ്ടാക്കണേ. മറ്റേ തിരിയുന്ന സ്ഥലമായി കേട്ടോ. അതായത് ഒരു ബൈപ്പാസ്, അതായത് നമ്മൾ പാർവതിപുരം മറ്റേ ഫ്ലൈ ഓവറൊക്കെ എത്തുന്നതിന് മുന്നേ മറ്റേ തിരുനെൽവേലിക്ക് ലെഫ്റ്റ് തിരിയാനെന്നും പറഞ്ഞുകൊണ്ടൊരു ബോർഡ് ഇരിക്കുന്നത് കാണാം. ആ ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്ന റോഡാണ് ഇതോ അടിയിൽ കൂടെ പോകുന്നത്. റോഡാണ്, ആ ജംഗ്ഷനാണത്. ഇനിയിപ്പം നാറോൽ ടൗൺ സ്റ്റേഷനൊക്കെ ഉടനെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഒഴുകിനശ്ശേരി എന്നുള്ള റോഡിലോട്ടൊക്കെ നമ്മൾ കയറും. ഒഴുകിനശ്ശേരി എന്നുള്ള റോഡിലോട്ടൊക്കെ നമ്മൾ കയറിയിട്ടാണ് മറ്റേ റെയിൽവേ മേൽപ്പാലം. ഐ ആം ദ ഓവർടേക്ക്. വീണ്ടും കോൺക്രീറ്റ് റോഡ്, കോൺക്രീറ്റ് ചെയ്ത റോഡ്. നമ്മൾ എടുക്കാൻ വന്നത് വീഡിയോ ആണേലും. അപ്പോൾ ഗൈസ്, ഇവിടം തൊട്ട് നമുക്ക് 3rd വീഡിയോ ആക്കുവാണ്. അപ്പോൾ ആദ്യം 2nd വീഡിയോ സൈൻ ഓഫ് ചെയ്യാം. രണ്ടാമത്തെ വീഡിയോ 2nd പാർട്ടാണ്. നമ്മുടെ കാറോട് മുതൽ കന്യാകുമാരി വരെയുള്ള വീഡിയോയുടെ 2nd പാർട്ട് ഇവിടെ നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി 3rd പാർട്ടായിട്ട് ഇനി കന്യാകുമാരി വരെയുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഏകദേശം എത്തുന്നു. നാഗർകോവിൽ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗം നമുക്ക് 3ാമത്തെ ഒരു പാർട്ടായിട്ടും കൂടെ ചെയ്യാം. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് ആ കന്യാകുമാരിയിലോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് കാണിക്കണമല്ലോ. അപ്പം പിന്നെ മറ്റേ 0 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ലെങ്ത് വരും. പിന്നെ മറ്റേ റെയിൽവേ സ്റ്റേഷൻ കാണിക്കാൻ പറ്റും. ആ കന്യാകുമാരി മൊത്തം ഒന്ന് കറങ്ങി സ്ഥലങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, കുറച്ച് സമയം എടുക്കും. സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ എന്താ പറയുക, കാരോട് മുതൽ കന്യാകുമാരി വരെയുള്ള റോഡിൻ്റെ 2nd പാർട്ട് വീഡിയോ ഈ ഒരു പോയിന്റിൽ വെച്ച് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ എന്നെ എന്താ പറയുക കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ലിങ്ക്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും. ഫോട്ടോസൊക്കെ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫേസ്ബുക്കും കൂടെ എന്താ പറയുക പ്രൊഫൈലും കൂടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രീനാഥ് കെ എന്നാണ് പ്രൊഫൈലിൻ്റെ പേര്. അപ്പോൾ അടുത്ത പാർട്ട് ഇവിടെ വെച്ച് തന്നെ ഇപ്പം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത പാർട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ.